വെൽക്കം ബാക്ക്. ഇന്നും പതിവ് പോലെ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതൊരു മോർണിംഗ് മുതൽ ഈവനിങ് വരെയുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ഒരു 2-3 വെയിറ്റ് ലോസ് റെസിപ്പി കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാരണമാണ് കേട്ടോ ഞാനത് ഷെയർ ചെയ്യണത്. അപ്പോൾ അതാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കാലത്ത് തന്നെ മുന്നേ സ്കൂളിൽ പോകുന്ന തിരക്കാണ്. അപ്പോൾ ഇതാ അവനക്ക് എന്താ പറയുക ലഞ്ചിൻ്റെ ടൈമിലേക്കും അതേപോലെ സ്നാക്സിൻ്റെ ടൈമും ഉണ്ടല്ലോ. അപ്പോൾ ആ ടൈമിലേക്ക് ഞാൻ പഴം പുഴുങ്ങിയത് അവനക്ക് ബെല്ലിട്ട് പുഴുങ്ങിയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും സ്നാക്സ് ടൈമിലേക്ക് അതും വെച്ച് കൊടുത്ത് പിന്നെ ലഞ്ച് ടൈമിലേക്ക് ഞങ്ങൾ ചോറൊന്നും കൊണ്ടുപോവില്ല. അപ്പോൾ കാലത്തത്തെ എന്താണോ കടി അതാ കൊണ്ടുപോവുക. അപ്പോൾ അതിലേക്ക് പത്തിരിയും അതേപോലെ കോഴിമുട്ട കറിയും വെച്ച് കൊടുത്ത്, കോഴിമുട്ട പിന്നെ സ്കൂളിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കില്ല, കാരണം സ്മെല്ലും കാര്യങ്ങളൊക്കെ കറക്റ്റ് കഴുകുക കാര്യങ്ങൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ അതൊരു സ്മെല്ലായിട്ടിരിക്കണ കാരണം കോഴിമുട്ട അങ്ങനെ പിന്നെ വെച്ച് കൊടുക്കില്ല. അപ്പോൾ ഇതാ സ്കൂളിലേക്കുള്ള എല്ലാം ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും മുന്നേ ഫ്രഷൊക്കെ ആയി വന്ന് പിന്നെ ഞാൻ കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കണം മുന്നേ. അപ്പോൾ കാലത്തും അതേ സെയിം സ്കൂളിലേക്ക് വെക്കണത് തന്നെയാണ് കാലത്തും കഴിക്കുക. അപ്പോൾ ഇതാ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോകുന്ന ടൈമായിട്ടാണ്. അങ്ങനെ പിന്നെ ഒരുക്കൊക്കെ കഴിഞ്ഞു. പിന്നെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ മുന്നേ പോയതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ വെയിറ്റ് ലോസിൻ്റെ ഒരു ടൈമാണിപ്പോൾ. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ കുറച്ച് ഇതേപോലെ ഓട്സും അതേപോലെ നേന്ത്രപ്പഴം എടുക്കും. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇടുക കേട്ടോ, അധികം ആവേണ്ട, ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഇതേപോലെ തെളിച്ചിട്ട് ഇതാണ് ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത്. ഇതാവുമ്പോൾ പിന്നെ നമ്മൾ അതിലൊരു എന്താ പറയുക മധുരം ആഡ് ചെയ്യണ്ട, അതേപോലെ കറി യൂസ് ചെയ്യണ്ട, അതൊന്നും വേണ്ട. എന്നിട്ട് ഇതൊന്ന് നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ്. ഇനി ഇത് തന്നെ നമുക്ക് പഴത്തിന് പകരം തേങ്ങ ഇട്ടിട്ടും നമുക്കാക്കാം. ഇനിയിപ്പോൾ അത് കൂടാതെ തന്നെ നമുക്കിത് പുട്ട് പോലെ എടുക്കാം കേട്ടോ. ഇത് ഉമ്മ കാലത്ത് ഇതേപോലെ ഉണ്ടാക്കണ ദോശയാണ്. ഇത് നമ്മൾ മുളപ്പിച്ച പയറില്ലേ, ആ മുളപ്പിച്ച പയറുകൊണ്ട് അടിച്ചിട്ട് മുളപ്പിച്ച പയർ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ട് അത് ദോശയാക്കിയിട്ടാണ് കഴിക്കുക. അതിൽ നമ്മൾ ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റും കിട്ടും. ഞാൻ അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്കൊരു ഇഞ്ചി, അതേപോലെ ഇഞ്ചിയുടെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളകൊക്കെ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് വരും. പക്ഷേ ഇത് എനിക്കിഷ്ടമല്ല കേട്ടോ ഈ ദോശ. അപ്പോൾ ഞാൻ അത് നമ്മളെ ഓട്സിൻ്റെ ഉണ്ടാക്കുള്ളൂ. അത് മുളപ്പിച്ചിട്ട് ഇതേപോലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഞാനിത് ഉച്ചക്കലേക്ക് വേണ്ടിയിട്ട് നമ്മളെ ഗോതമ്പ് നുറുക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ വെള്ളത്തിലിടുക കേട്ടോ. ഒരു തരി എടുക്കുള്ളൂ അധികം. നമുക്കിപ്പോൾ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതന്നെ ഒരു പണിയായിട്ട് ഇപ്പോൾ അത് കുറയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു തരി കുറച്ച് എടുത്തിട്ട് അതൊന്ന് കഴുകുക. ആ കഴുകിയിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ തന്നെ അത് ഇട്ട് വെച്ചിട്ട് ആ വെള്ളം തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെ വേറെ വെള്ളം എടുക്കേണ്ട കാര്യമില്ല. അതിലുള്ള കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് കുതിരാൻ ഉള്ള വെള്ളത്തിൽ മാത്രം നമ്മളത് ചെയ്താൽ മതി. അത് പിന്നെ ഒരു ഭാഗത്തേക്ക് വെക്കുക. കാലത്ത് തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേനും അത് നല്ല പോലെ ആവും. എനിക്ക് ആ ഡ്രൈ ഉപ്പുമാവ് അങ്ങനെ അത്ര വലിയ ഇതില്ല, നമ്മളത് കുറേ നേരം ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാവുമ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഓട്സിൻ്റെ ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് മധുരം വേറൊരു എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാൻ വേണ്ട. അപ്പം എന്താ പറയുക, മധുരത്തിൻ്റെ അളവും നമുക്ക് കുറക്കാം. ഈ ഒരു എന്താ പറയുക പഴത്തിൽ തന്നെ ഉണ്ടല്ലോ മധുരം. അപ്പോൾ ഇത് രണ്ടും തന്നെ നമ്മൾ മിക്സാക്കി കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റായിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തിട്ട് എന്താ പറയുക മറ്റേ പുട്ടുണ്ടല്ലോ, പുട്ടുണ്ടാക്കണത് പുട്ടും കുറ്റിയിൽ ഇതേപോലെ തേങ്ങ ഇട്ടിട്ട് നമ്മളിപ്പോൾ ഈ പഴവും ഓട്സും കൂടെ കുഴച്ചിട്ടില്ലേ അതിട്ട് ഇടുക വേവിക്കണതിൻ്റെ മുന്നേ. അങ്ങനെയാണ് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കുക കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അതിലപ്പോൾ നമ്മൾ എന്താ പറയുക തേങ്ങ വരും എന്നുള്ളതുകൊണ്ടാണ് നമ്മളത് തേങ്ങ അവോയ്ഡ് ചെയ്തത്. അങ്ങനെ ആ ഫുഡ് പണിയൊക്കെ അല്ല, ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ നേരത്തുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതാണ്ട് ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ് കിച്ചണിൽ കയറുമ്പോൾ തന്നെ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പാത്രങ്ങളായി എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഹാല് വന്ന പോലെയാണ്.
അപ്പോൾ പിന്നെ എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കലാണ് പിന്നെ ഇങ്ങനെയുള്ള പരിപാടി കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഈ ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കാശ്മീരി മല്ലി എന്നാണ് കേട്ടോ പറയുക, നമ്മളെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് കാശ്മീരി മല്ലി എന്ന് പറയും. അതേപോലെ ഇത് പൊതിയനയാണ്, നമ്മൾ സാധാ പൊതിയന അല്ല കേട്ടോ ഇത്. അപ്പോൾ ഇത് മല്ലി നീളത്തിലുള്ള ഇല ഉണ്ടല്ലോ, അതീമ ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ കൊമ്പ് വരും. എന്നിട്ട് അതീമ കണ്ട ചെറിയ ചെറിയ പൂക്കളകൾ, ആ പൂക്കളയിൽ നിന്ന് ഇതേപോലത്തെ ചെറിയ ചെടികളും വരും. ആ ചെടി എടുത്തിട്ട് നമ്മൾ വെക്കണ കണ്ട ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ചെടി വരിക. അങ്ങനെ പൊട്ടിയിട്ട് നമ്മളിപ്പോൾ ആ ചെടി എവിടെയാണ് വെക്കണത് അതിൻ്റെ ചുറ്റോളം അതിങ്ങനെ മുളക്കും. എന്നിട്ട് അതാണ് കേട്ടോ നമ്മൾ വെക്കുക. ഇത് പൊതിയനയാണ്, ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പൊതിയനയും മല്ലിയിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഫുഡിലേക്ക് ഏതൊരു ഫുഡിലേക്കോ അല്ലെങ്കിൽ എന്ത് സംഭവത്തിലേക്കും നമുക്കത് രണ്ടും ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചോറൊക്കെ അവിടെ സെറ്റാക്കി വെച്ച്, ചോറ് പിന്നെ വീട്ടിൽ ഉപ്പാക്കും ഉമ്മച്ചിക്കും മോനക്കൊക്കെ അങ്ങനെ, പിന്നെ മോൻ പിന്നെ വന്നേണ്ട അങ്ങനെ കഴിക്കൊന്നുമില്ല, രാത്രി കഴിച്ചാൽ അത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഉച്ചക്കലേക്കുള്ള ഉപ്മാവ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ കടുക് പൊട്ടിച്ച് പിന്നെ ഒരു ചെറിയൊരു പച്ചമുളകും അതേപോലെ കറിവേപ്പിലയും അതേപോലെ മല്ലിയിലയും കൂടെ ഇട്ടിട്ടാണ്. മല്ലിയില പിന്നെ ഇവിടെ വാങ്ങിച്ചത് ഉണ്ടായിരുന്ന കാരണം പിന്നെ ഞാൻ മറ്റേത് എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ജീരകം ഇട്ടിട്ട് ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. അതിലേക്ക് ഇനിയിപ്പോൾ ഗ്രീൻ പീസോ ബീൻസോ അതേപോലെ നമ്മളെ പൊട്ടറ്റോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റുക. ഇതിപ്പോൾ അധികം വേവാൻ നിൽക്കൊന്നും വേണ്ട കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു എന്താ പറയുക ഗോതമ്പ് നുറുക്ക് ഇട്ടിട്ട് ആ വെള്ളത്തിൽ ഇത് രണ്ടും കൂടെ മിക്സായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ആ ക്യാരറ്റ് വെന്ത് കിട്ടുകയും ചെയ്യും. ഇത് ഇതേപോലെ ആയിട്ട് കുറച്ച് നേരത്തെ ഇടണം, അങ്ങനെയാണെങ്കിലാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വേവ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കാലത്ത് തന്നെ അടിച്ച് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഉച്ചക്കലേക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അതിനത് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ തള വരും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക, അങ്ങനെ ഇളക്കി നിന്നിട്ട് പിന്നെ ഒന്ന് ലെവലായി വെള്ളം ഒന്ന്
നോർമലൊന്ന് വറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക, അത് തുറന്ന് വെച്ച് വേവിക്കുക. പിന്നെ ഇനി അടച്ച് വെക്കണ്ട. ഒന്ന് അടച്ച് അത്യാവശ്യം ഒന്ന് വെന്തെന്ന് കാണുമ്പോൾ അതൊന്ന് തുറന്ന് വെച്ചിട്ട് പിന്നെ വേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പിന്നെ നമ്മുടെ ആ വെള്ളം ഒന്ന് വറ്റിക്കോളും. പിന്നെ ഓവറായിട്ടാണ്ട് വെള്ളം വറ്റിക്കുകയും വേണ്ട. ഇതാ നമ്മുടെ ഉപ്പുമാവ് നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ്ടുള്ളൂ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം അതാ ഉണ്ടാ നല്ല പോലൊക്കെ ഒന്ന് വെള്ളം വറ്റി വന്ന് പിന്നെ ഇനി അതവിടെ മൂടി വെച്ചാൽ നമ്മളിനി കഴിക്കാൻ വരുമ്പോൾ നേരമാകുമ്പോഴത്തേനും അത് നല്ല പോലെ ഒന്ന് കട്ടായി ഉണ്ടാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് ഞാൻ പിന്നെ കാലത്ത് പിന്നെ മോനായിട്ട് പോയപ്പോൾ പിന്നെ ഇറങ്ങിയതാണ്. പിന്നെ റൂമൊന്നും വൃത്തിയാക്കലും കാര്യങ്ങളും അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നിന്ന്. അങ്ങനെ റൂമിലത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മോൻ വരുമ്പോഴത്തേനും എന്തെങ്കിലും ഉണ്ടാക്കണം. എന്താ പറയുക, ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ നൂഡിൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറ്. അപ്പം എന്ത് വിചാരിച്ചു, വേറെ ഒന്ന് ഉണ്ടാക്കാന്നുള്ളതിൽ എന്ത് ചെയ്തു, പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ എന്താ പറയുക ചീസ് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പാലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ, അത് തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് നമ്മളെ കൈയൊന്ന് മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചൂടെടുക്കണ അത്ര ചൂടായാൽ മതി. അപ്പോൾ അതാ ഒരു പാക്കറ്റ് പാലിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു പാക്കറ്റല്ല 2 പാക്കറ്റ് പാലിലേക്ക് ഞാനിപ്പോൾ അത് 250 ആ ഒരു പാത്രം ഉണ്ടല്ലോ, ആ ഒരു പാത്രത്തിൽ ഞാൻ വിനാഗിരി എടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ പിരിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ ആ ഒരു മൊസറല്ല ചീസ് ഉണ്ടാക്കാനുള്ള സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി എടുക്കുക കേട്ടോ. നല്ലപോലെ ഇങ്ങനെ കഴുകി 2-3 പ്രാവശ്യം ഇങ്ങനെ കഴുകി എടുത്താൽ മതി. അപ്പോൾ ഈ കഴുകണ വെള്ളത്തിൽ കുറച്ച് ഉപ്പിടുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു മൊസറല്ല ചീസിലേക്ക് ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് പിടിക്കും കേട്ടോ. ഓവറായിട്ട് ഇടണ്ട, തരി ഇട്ടാൽ മതി. പിന്നെ എന്നിട്ട് അത് ഒന്നിങ്ങനെ ഉപ്പിടുക്കുക, നല്ല പോലെ വെള്ളം കളഞ്ഞിട്ട് കൈകൊണ്ട് ഇങ്ങനെ പീക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു തുണിയിലിട്ടിട്ട് ഇതേപോലെ നല്ല പോലെ പീക്കിയെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ റാപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനത്തെ ഒരു കവറിൽ അതാക്കിയിട്ട് പിന്നെ വെക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഞാൻ എന്താ ചെയ്തത്, ഞാൻ ഫ്രിഡ്ജിൻ്റെ ആ ഉള്ളിൽ ഇവിടെ വെച്ചത്, ഞാൻ ഫ്രീസറിൽ വെച്ചില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, പഞ്ചസാരയും ഉപ്പും കുറച്ച് ഈസ്റ്റും കൂടി ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റേ ആ എടുത്ത പൊടികൾക്ക് ഉണ്ടല്ലോ മൈദയിലേക്ക് നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് കുഴച്ച് വെക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ കുഴച്ച് വെച്ചാലാണ് മുന്നേ വരുമ്പോഴത്തേനും ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ. എന്നും സ്കൂളിൽ പോകുമ്പോൾ ചോദിക്കുക എന്താ വരുമ്പോൾ ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ടാണ് പോവാറ്. പക്ഷേ ഇന്ന് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അവനക്ക് വരുമ്പോഴത്തേനൊരു സർപ്രൈസ് എന്നുള്ള പോലെ ഉണ്ടാക്കി വെച്ച്. ഒരു രസമല്ല, അവർ വരുന്ന ടൈമിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ സർപ്രൈസ് വയ്ക്കുമ്പോൾ അവരെ മുഖത്ത് കാണുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര നമുക്ക് എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പിന്നെ അതാ പിസ്സക്കുള്ള ഡോ ഒക്കെ സെറ്റാക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് പിന്നെ ഞാൻ ഫ്രഷൊക്കെ ആയി വന്ന് പിന്നെ നമ്മുടെ ഉച്ച ടൈമായിട്ടാണ്. അപ്പോൾ ഉച്ച ടൈമായപ്പോൾ നമ്മുടെ ആ ഒരു ഉപ്പുമാവ് ഇത്ര പോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഉള്ളൂ കേട്ടോ. ഇതിലിങ്ങനെ വെക്കുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അധികം വലിയ പാത്രത്തിലേക്കൊന്നും വേണ്ട, കാരണം നമുക്ക് വിശപ്പില്ലാതിരിക്കാനുള്ള കുറച്ച് കഴിക്കുക. അതാ കണ്ടില്ലേ, ഇത്രയും പോകുന്നൊരു പാത്രത്തിലേക്കായിട്ടാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഷേപ്പിൽ ഞാൻ ഇട്ടതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ കിടന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിനും പിന്നെ മുന്നേ വരുന്ന ടൈമായിട്ടാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, വേഗം പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോസേജ് പിസ്സയാണ് ഉണ്ടാക്കണത്. അപ്പോൾ പിന്നെ അതിനുള്ള പരിപാടിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതിനും പിന്നെ മുന്നേ ബസ് വന്ന ടൈമായി. മുന്നേ വന്ന് ഫ്രഷ് ആവണേൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിവിടെ ഇപ്പോൾ സോസ് മറ്റേ പിസ്സ റെഡിയാക്കുകയാണ്. അപ്പോൾ പിസ്സ സോസ് ഒഴിച്ച് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട്
പിന്നെ എന്ത് ചെയ്തു, മോൻ്റെയിൽ അധികം അവനക്ക് ഒന്നും ഇടുന്നത് ഇഷ്ടമല്ല. അവനക്കിപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കന് അതിലിടുക, ചീസ്, പിന്നെ ഈ പിസ്സ സോസ്, അല്ലാണ്ട് വെജിറ്റബിൾസ് സാധനങ്ങളൊന്നും ഇടുന്നത് അവനക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇത് 2 ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇത് ഇട്ടിട്ടും ഉണ്ടാക്കി. മോനക്കാണെങ്കിൽ പ്ലെയിനായിട്ട് എന്താ പറയുക, ഇത് ഉണ്ടാക്കുന്നത് മോനക്കാണ്. അപ്പോൾ മോനക്ക് പ്ലെയിനായിട്ട് വെറും സോസും അതേപോലെ പിസയല്ല സോസേജും വെച്ച് ചീസും ഇട്ടിട്ടാണ് നമ്മൾ മോനക്ക് ഉണ്ടാക്കിയത്. അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കണ നേരത്ത്, ഇതൊക്കെ വെച്ചിരിക്കണ നേരത്ത് നമ്മളെ കറണ്ടും പോയി. ഞാനാണെങ്കിലാ നമ്മൾ ഈ ചീസ് ഇടുന്ന ടൈമിൽ മറ്റേ റെക്കോർഡ് ഓണാക്കാനും മറന്നുപോയി. ആ നേരത്താണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ അത് ഓവനിൽ വെച്ച് അപ്പത്തിനും മുന്നേ ഫ്രഷൊക്കെ ആയി വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇതാ മുന്നേ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ മറ്റേ പിസ്സ നമുക്ക് മോനക്ക് ഇപ്പോൾ ഇതിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കുള്ളതിൽ ഇപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളതും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ ഈ പിസ്സയുടെ റെസിപ്പിയൊക്കെ കുറേ യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ എടുത്തതെന്നുള്ളൂ. ഞാൻ തന്നെ മുന്നേ ഒരു ഇതേപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ ഇതോടൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു കാലത്ത് മുതൽ ഈവനിങ് വരെയുള്ളൊരു വ്ളോഗ് നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ അതേപോലെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്യുക, കമൻറ്റിലൂടെ നമുക്കതൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.